ഉമേഷ്, ഈ പ്രസിഡന്റ് സ്ഥാനം തിരികെ ലഭിക്കാത്തതിൽ സുധാകരന് വലിയ അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് അദ്ദേഹം അടുപ്പക്കാരോട് പ്രകടമാക്കുകയും ചെയ്തതാണ്. ആ സാഹചര്യത്തിലാണോ താൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ്, ആരെതിർത്താലും അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക്, അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അണിയറ നീക്കങ്ങൾക്ക് ചെക്ക് വയ്ക്കുകയാണോ കെ സുധാകരൻ ഇപ്പോൾ? മനു, അങ്ങനെ തന്നെ കണക്ക് കൂട്ടാം. അതായത് ആരാണോ അതിനെതിരെ നിൽക്കുന്നത് അവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം. ആ തരത്തിൽ നമുക്കതിനെ വായിച്ചെടുക്കാം, വ്യാഖ്യാനിക്കാം. അദ്ദേഹം പറയുന്നത് താനെപ്പോഴും പ്രസിഡന്റ് ആണെന്ന് തന്നെയല്ലേ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രത്യേകിച്ച് ചുമതല ഏറ്റെടുക്കുക, തിരിച്ച് പോയി ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്നത്. അത് സാങ്കേതികം മാത്രമാണ്. അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല. തനിക്ക് തിരികെ നൽകേണ്ട കാര്യമില്ല, അത് ഏറ്റെടുക്കുകയേ വേണ്ടൂ, ആരും തിരിച്ചു തരേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് കെ സുധാകരൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം സുധാകരൻ തള്ളുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം എന്നൊന്നുമില്ല. തനിക്ക് ഏത് സമയത്തും ചുമതല ഏറ്റെടുക്കാം. ഇപ്പോൾ അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ. ഏത് സമയത്തും താൻ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിന് ആർക്കും തടസ്സം നിൽക്കാൻ കഴിയില്ല എന്നുകൂടി കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. ഒപ്പം സുധാകരൻ പറഞ്ഞത് മാത്യു കുഴൽനാടന്റെ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഇന്ന് പ്രതികരിച്ചു. മാത്യു കുഴൽനാടന് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. കോടതിയുടേത് അവസാന വാക്കല്ല, നിയമ പോരാട്ടം വേണമെങ്കിൽ തുടരാം. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിൽ തന്നെയാണ് തങ്ങളുള്ളത്. മാത്യു കുഴൽനാടന് അതിനുവേണ്ട പ്രാപ്തിയും പരിജ്ഞാനവും ഒക്കെ ഉണ്ട് എന്നും കെ സുധാകരൻ പറയുന്നു. ശരി, ഓക്കെ. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.